നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളി JPC. തള്ളിയത് 22 ഭേദഗതികൾ. ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. UCC പ്രാബല്യത്തിൽ. അന്തിമ വിജ്ഞാപനവും UCC പോർട്ടലും പുറത്തിറക്കി പുഷ്കർ സിംഗ് ധാമി. സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നാളെ എത്തും. കുംഭമേളയിൽ സ്നാനം നടത്തി അമിത്ഷാ. പ്രത്യേക പൂജകളിൽ പങ്കെടുത്തു. യോഗി ആദിത്യനാഥും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കുമെന്ന് കൊളംബിയ. തീരുമാനം കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ. ചരിത്രം കുറിച്ച ജസ്പ്രീത് ബുംറയും സ്മൃതി മന്ധാനയും. ICC ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി ബുംറ. 2024 മികച്ച ഏകദിന ക്രിക്കറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട സ്മൃതി. വിശദമായ വാർത്തകളിലേക്ക്. വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഭൂരിപക്ഷം ലഭിക്കാതെ തള്ളിയെന്നും കമ്മിറ്റി അംഗീകരിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്നും ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു. 14 ഭേദഗതികളോടെയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത്. വഖഫ് നിയമത്തിൽ കൊണ്ടുവരുന്ന 44 ഭേദഗതികൾ സംബന്ധിച്ച് സംയുക്ത സമിതി ചർച്ച ചെയ്ത് വിലയിരുത്തിയിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ ബില്ലിന്മേൽ 22 ഭേദഗതികളാണ് പ്രതിപക്ഷാംഗങ്ങൾ മുൻപോട്ട് വെച്ചത്. എന്നാൽ 10-നെതിരെ 16 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ ഭേദഗതികൾ തള്ളിയെന്നും 14 ഭേദഗതികൾ കമ്മിറ്റി അംഗീകരിച്ചതായും ചെയർമാൻ ജഗദാംബിക പാൽ പറഞ്ഞു. 6 महीने के सारे डिटेल डिस्कशंस के बाद सभी सदस्यों से हमने संशोधन मांगे थे. ये हमारी अंतिम बैठक थी कि उस 44 संशोधन पे आप इस पे सहमत हैं या इस पे असहमत हैं. तो सभी सदस्यों के द्वारा, चाहे किसी पक्ष के हों, उन लोगों ने अपने संशोधन दिए थे. और आज उसमें जो हमारे कुछ सांसदों के द्वारा दिए गए थे उसमें 14 क्लाजेज पे या 14 संशोधनों में संशोधन स्वीकार हुआ है. वो भी संशोधन मूव करने पे वोटिंग के बाद बहुमत किया. സംയുക്ത പാർലമെന്ററി സമിതി ശുപാർശകൾ ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സമർപ്പിക്കും. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ വഖഫ് ബോർഡ് ഭൂമി പിടിച്ചടക്കുകയാണെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം സമിതി അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു. വഖഫ് വിഷയത്തിൽ ഭൂമി സർവേ നടത്താനുള്ള അധികാരം കളക്ടർക്ക് നൽകുന്നതും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നതുമടക്കം 44 ഭേദഗതികളാണ് വഖഫ് നിയമത്തിൽ കൊണ്ടുവരുന്നത്. കൊച്ചി, മുനമ്പം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുമ്പോഴും നിയമ ഭേദഗതി തടയാനും JPC യോഗങ്ങൾ അലങ്കോലപ്പെടുത്താനുമാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചിരുന്നത്. ജനം, ഡൽഹി. ചരിത്രമെഴുതി ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. അന്തിമ വിജ്ഞാപനവും വെബ്സൈറ്റും പുറത്തിറക്കി. എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം ഉറപ്പാക്കുമെന്നും ഹലാൽ, ബഹുഭാരിത്വം, ശൈശവവിവാഹം തുടങ്ങിയവ പൂർണ്ണമായും തടയുമെന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഭാരതത്തിൽ ഏകീകൃത സിവിൽ നിയമം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ നിയമത്തിന്റെ അന്തിമ വിജ്ഞാപനവും വെബ്സൈറ്റും പുറത്തിറക്കി. വിവാഹം, വിവാഹമോചനം, ഭൂമി കൈമാറ്റം, സ്വത്തുക്കളുടെ പിന്തുടർച്ചാവകാശം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം ഉറപ്പാക്കുന്നതാണ് ചട്ടങ്ങൾ. ഭരണഘടനാപരമായ നടപടിയിലൂടെ വിവേചനങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. UCC പ്രാബല്യത്തിൽ വന്നതോടെ ഹലാൽ, ബഹുഭാരിത്വം, ശൈശവ വിവാഹം, മുത്തലാഖ് തുടങ്ങിയവ പൂർണ്ണമായും തടയാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
सभी नागरिकों को समान अधिकार देने का प्रयास किया गया है। इसके लागू होने से प्रदेश में सच्चे अर्थों में महिला सशक्तिकरण सुनिश्चित हो सकेगा, जिसके बारे में मैंने अभी कहा कि सशक्तिकरण भी होगा, सुरक्षा भी होगी। इसके द्वारा जो कुछ कुरीतियां हैं, अब हलाला, इद्दत, बहु विवाह, बाल विवाह, 3 तलाक आदि जो कुप्रथाएं हैं, उन पर पूरी तरह से रोक लगाई जा सकेगी। ഏകീകൃത സിവിൽ നിയമം ഒരു മതത്തിനും എതിരല്ലെന്നും ഗോത്രവിഭാഗങ്ങളെ UCC പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭ പാസാക്കിയ UCC ബില്ലിന് നേരത്തെ ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകിയിരുന്നു. സർക്കാർ തലത്തിൽ തയ്യാറെടുപ്പുകളും ഉദ്യോഗസ്ഥരുടെ പരിശീലനവും പൂർത്തിയാക്കിയ ശേഷമാണ് അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയത്. ജനം, ഡൽഹി. പഞ്ചാബിൽ ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ തകർക്കാൻ ശ്രമം. റിപ്പബ്ലിക് ദിനത്തിലാണ് ഭരണഘടനാ ശില്പിയുടെ പ്രതിമയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. ആം ആദ്മി സർക്കാർ വിഘടനവാദികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പഞ്ചാബിൽ ക്രമസമാധാന നില തകർന്നെന്നും BJP ആരോപിച്ചു. പ്രതി ഖലിസ്ഥാൻ വാദി എന്നാണ് സൂചന. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പഞ്ചാബിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമയ്ക്ക് നേരെ അക്രമമുണ്ടായത്. അമൃത്സറിൽ ഹെറിറ്റേജ് സ്ട്രീറ്റിൽ ടൗൺ ഹാളിന് സമീപമുള്ള അംബേദ്കറുടെ പ്രതിമ തകർക്കാനായിരുന്നു ശ്രമം. ഭരണഘടന കീറിയെറിഞ്ഞ് കത്തിച്ച അക്രമി അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുകളിൽ കയറി അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. നാട്ടുകാരും സെക്യൂരിറ്റി ജീവനക്കാരുമാണ് അക്രമിയെ പിടികൂടിയത്. പഞ്ചാബിൽ ആം ആദ്മി സർക്കാർ വിഘടനവാദികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നാണ് ഭരണഘടനാ ശില്പിയുടെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ അക്രമം വ്യക്തമാക്കുന്നതെന്നും BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് പറഞ്ഞു. पंजाब का लॉ एंड ऑर्डर अस्त व्यस्त है, मुख्यमंत्री टूरिज्म में मस्त हैं। हालात ये हैं कि गणतंत्रता दिवस का पवित्र दिन हो, संविधान लागू करने का दिन हो और संविधान निर्माता की मूर्ति के साथ भेद भी की जाती है, संविधान की प्रतियां जलाई जाती हैं, वो भी पुलिस स्टेशन के सामने। പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്ക് ഖാലിസ്ഥാൻ വിഘടനവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. നേരത്തെയും പഞ്ചാബിൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനം, ഡൽഹി. ഇനി നോക്കാം സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. കുംഭമേളയിലെത്തി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കുടുംബത്തോടൊപ്പം എത്തിയ അദ്ദേഹം പ്രത്യേക പൂജകളിലും പങ്കെടുത്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ 11:30ഓടെയാണ് കുംഭമേളയുടെ ഭാഗമാകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മന്ത്രിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അവിടെ നിന്ന് കുംഭനഗരിയിലെത്തിയ അമിത്ഷാ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. വിവിധ സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പമാണ് അമിത്ഷാ സ്നാനം നടത്തിയത്. സ്നാനത്തിന് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാർ അദ്ദേഹത്തെ തിലകം ചാർത്തി. ശേഷം കുടുംബത്തോടൊപ്പം അദ്ദേഹം പ്രത്യേക പൂജകളുടെ ഭാഗമാവുകയും ചെയ്തു. പ്രയാഗ്രാജിൽ നിന്ന് M. നിഖിൽകുമാർ, ജനം. കുംഭമേളയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 13.25 കോടിയോളമായി. ഇന്നലെ മാത്രം 1.25 കോടിയോളം ഭക്തരാണ് സ്നാനം നടത്തിയത്. 29-ന് രണ്ടാം ഷാഹി സ്നാൻ നടക്കുന്നതിനാൽ വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 13.21 കോടി തീർത്ഥാടകർ പ്രയാഗ്രാജിലെത്തി സ്നാനം നടത്തി. ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കുകളാണിത്. കണക്കുകൾ പ്രകാരം ഇന്നലെ മാത്രം 1.74 കോടിയോളം തീർത്ഥാടകരാണ് എത്തിയത്. ഇന്നും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഇന്ന് 2 കോടിയോളം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ തീർത്ഥാടകർ കുംഭനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മൗനി അമാവാസി ദിനമായ 29-ന് രണ്ടാം ഷാഹി സ്നാൻ നടക്കും. അതിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് ഇരട്ടിയാകുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് വർദ്ധിക്കുമ്പോഴും പ്രയാഗിലെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും വേണ്ട സൗകര്യങ്ങൾ സജ്ജമാണെന്ന് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കി. പ്രയാഗ്രാജിൽ നിന്ന് M. നിഖിൽകുമാർ, ജനം.
93 വർഷത്തിനു ശേഷം പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ അന്താരാഷ്ട്ര വിമാനം പറന്നുയർന്നു. ആപ്പിൾ കമ്പനി സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സിന് വേണ്ടിയാണ് പ്രത്യേക വിമാനം പ്രയാഗിലെത്തിയത്. 93 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യം പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ അന്താരാഷ്ട്ര വിമാനം പറന്നുയർന്നു ഭൂട്ടാനിലേക്ക്. ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സിന് വേണ്ടിയാണ് ഭൂട്ടാൻ എയർവേസിന്റെ പ്രത്യേക വിമാനം പ്രയാഗ്രാജ് വിമാനത്താവളത്തിലേക്ക് എത്തിയത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത ലോറിൻ പവലിനെയും കൂട്ടി വിമാനം ഭൂട്ടാനിലേക്ക് തിരികെ പറന്നതോടെ വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ അതൊരു പ്രധാന നാഴികക്കല്ലായി മാറി. 1911 പ്രയാഗ്രാജിൽ വിമാനത്താവളം ആരംഭിക്കുന്നത്. എന്നാൽ ഇത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. 1931 ഇത് യാത്രാ വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള വിമാനത്താവളമാക്കി മാറ്റുകയായിരുന്നു. ശേഷം 1932 വരെ ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് വിമാന സർവീസുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രയാഗ്രാജിൽ നിന്ന് പറന്നുയർന്ന ആദ്യ അന്താരാഷ്ട്ര വിമാനമായിരുന്നു ഇത്. പ്രയാഗ്രാജിൽ നിന്ന് നിഖിൽകുമാർ, ജനം. സ്വാതന്ത്ര്യാനന്തരം മുൻ നക്സൽ ബാധിത പ്രദേശമായ ബിജാപൂരിലെ ചുൽക്കപ്പള്ളി ഗ്രാമത്തിന് ആദ്യമായി വൈദ്യുതി ലഭിച്ചു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ നിയാത് നെൽനഗാർ പദ്ധതി പ്രകാരമാണ് വൈദ്യുതി ലഭിച്ചത്. നിയാത് നെൽനാർ പദ്ധതി പ്രകാരം വൈദ്യുതി സൗകര്യമൊരുക്കിയ 6ാമത്തെ ഗ്രാമമാണിത്. ജനുവരി 23 ചിൽക്കപ്പള്ളി ഗ്രാമത്തിന് വൈദ്യുതി ലഭിച്ചത്. നിയത് നല്ലനാർ പദ്ധതി പ്രകാരം വൈദ്യുതി സൗകര്യം ഒരുക്കിയ 6ാമത്തെ ഗ്രാമമാണ് ചിൽക്കപ്പള്ളി എന്ന് ബിജാപൂർ കളക്ടർ സമ്മിത് മിശ്ര പറഞ്ഞു. बहुत खुशी की बात है कि चिल्कापल्ली गांव में अभी हाल ही में विद्युतीकरण हुआ है. 23 जनवरी को वहां पे चार्ज हुआ है और ये नियत नलनार योजना के अंतर्गत 6वां गांव है जहां पे हम विद्युतीकरण कर चुके हैं कंप्लीट. और हमें उम्मीद है कि आगे के कुछ महीनों में जल्दी से जल्दी और भी ऐसी इस तरीके से क्रमबद्ध तरीके से हर गांव को हम लोग विद्युतीकृत करेंगे. വൈദ്യുതിയില്ലാതെ രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തു കൂടിയുള്ള യാത്ര വളരെ ദുരിതപൂർണമായിരുന്നു. വൈദ്യുതി ലഭിച്ചതിനാൽ ഇഴജന്തുക്കളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. വൈദ്യുതി വന്നതോടെ തങ്ങൾക്ക് TV കാണാം. രാത്രിയിൽ പുറത്തിറങ്ങാൻ തങ്ങൾക്ക് ഭയമില്ലെന്നും പ്രദേശവാസിയായ ഹേമലത പറഞ്ഞു. खाना सब्जी बनाते समय थोड़ा उजाला बाहर निकालने के लिए भी अभी उजाला है तो क्या डर लगेगा. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ നിയാത് നെല്ലനാർ പദ്ധതി പ്രകാരമാണ് വൈദ്യുതി ഗ്രാമത്തിൽ ലഭ്യമാക്കിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഗ്രാമത്തിന് ആദ്യമായി വൈദ്യുതി ലഭിച്ചതോടെ ഏറെ ആഹ്ലാദത്തിലാണ് ഇന്ന് പ്രദേശവാസികൾ. നാഷണൽ ഡെസ്ക്, ജനം. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കാൻ അമേരിക്കയിലേക്ക് വിമാനങ്ങൾ അയക്കുമെന്ന് കൊളംബിയ. കുടിയേറ്റക്കാരെ നാടുകടത്താൻ അമേരിക്കയിൽ നിന്നുള്ള വിമാനത്തിന് കൊളംബിയയിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചിരുന്നു. കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വിമാനമയക്കാൻ കൊളംബിയൻ പ്രസിഡന്റ് തയ്യാറായത്. ഇന്നലെയാണ് അമേരിക്കയിൽ നിന്നും 2 സൈനിക വിമാനങ്ങൾ കൊളംബിയൻ കുടിയേറ്റക്കാരുമായി യാത്രയ്ക്കൊരുങ്ങിയത്. വിമാനം തങ്ങളുടെ നാട്ടിൽ ഇറങ്ങുന്നത് തടഞ്ഞ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പ്രഡോ ഉത്തരവിട്ടു. തുടർന്ന് വിമാനങ്ങൾ അമേരിക്കയിൽ തന്നെ തങ്ങുകയായിരുന്നു. പിന്നീടാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നത്. കുടിയേറ്റക്കാരെ സ്വീകരിച്ചില്ലെങ്കിൽ കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമാനമായി 25% നികുതി കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ്. തിരിച്ചും നികുതി ചുമത്തുമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് നിലപാടെടുത്തെങ്കിലും രാജ്യത്തെ സാഹചര്യം ഉൾക്കൊണ്ട് തിരുത്തുകയായിരുന്നു. സൈനിക വിമാനങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ കുറ്റവാളികളെ പോലെ കൈമാറരുത് എന്നായിരുന്നു കൊളംബിയൻ പ്രസിഡന്റിന്റെ ആവശ്യം. തുടർന്ന് കുടിയേറ്റക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ 2 വിമാനങ്ങൾ അയക്കാനും കൊളംബിയൻ പ്രസിഡന്റ് തീരുമാനമെടുക്കുകയായിരുന്നു. ജനുവരി 21 മുതൽ കുടിയേറ്റക്കാരെ ഒഴിവാക്കാനുള്ള ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ പ്രത്യേക നിരീക്ഷണവും ആരംഭിച്ചിരുന്നു. തുടർന്നാണ് നാടുകടത്തൽ നടപടികൾ തുടങ്ങിവെച്ചത്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ തങ്ങളുടെ പൗരന്മാർ അനധികൃതമായി കുടിയേറിയിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പും നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വാസോദിനെതിരെ നടപടിയുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടർ പദവിയിൽ നിന്നും സൈമയെ പുറത്താക്കുമെന്ന് യൂനു സർക്കാർ അറിയിച്ചു. പദവിയിലെത്താൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന്റെ പുതിയ നീക്കം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്തു നിന്നും പലായനം ചെയ്തതിനു പിന്നാലെയാണ് ഹസീനയുടെ മകൾക്കെതിരായ നടപടികൾ യുഎസ് സർക്കാർ ശക്തമാക്കുന്നത്.
സൈമയ്ക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യയുടെ റീജിയണൽ ഡയറക്ടറായി നിയമനം ലഭിച്ചതിൽ അഴിമതി നടന്നതായാണ് ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ കമ്മീഷന്റെ കണ്ടെത്തൽ. ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ പദവിയിൽ നിന്ന് സൈമയെ നീക്കം ചെയ്യുന്നതിനായി ആരോഗ്യ മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും കത്തയച്ചതായി ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ കമ്മീഷൻ വ്യക്തമാക്കി. 2023 ജനുവരിയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ റീജിയണൽ ഡയറക്ടറായി സൈമ വസേദിനെ WHO പ്രഖ്യാപിച്ചത്. WHO-യിൽ നിയമനം ലഭിക്കുന്നതിനായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സൈമ നടത്തിയെന്നാണ് ACCയുടെ കണ്ടെത്തൽ. സൈമയെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ACC അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 6 ബന്ദികളെ കൂടി ഈ ആഴ്ച ഹമാസ് വിട്ടയക്കും. സൈനിക നടപടികളെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയവരെ തിരിച്ചുവരാൻ അനുവദിക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചു. ഹമാസ് ബന്ദികളാക്കിയ 7 പേരെയും ഇസ്രായേൽ തടവിൽ കഴിയുന്ന 200 പലസ്തീനികളെയും ഇതുവരെ മോചിപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയവർക്ക് ഇന്നു മുതൽ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്താമെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകി. 6 ബന്ദികളെ കൂടി അടുത്ത ശനിയാഴ്ച മോചിപ്പിക്കുമെന്ന് അറിയിച്ചതിനു പിന്നാലെയാണ് നടപടി. നേരത്തെ 2 ഘട്ടങ്ങളിലായി 7 വനിതാ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഏബൽ യഹൂദ് ഉൾപ്പെടെയുള്ളവരെ ഇത്തവണ മോചിപ്പിക്കും. വനിതകളായ ബന്ദികളെ എല്ലാവരെയും വിട്ടയക്കണമെന്ന ധാരണയിൽ നിന്ന് ഹമാസ് പിന്നോട്ടു പോകുന്നതായി ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. ആദ്യ 2 ഘട്ടങ്ങളിലായി മോചിപ്പിച്ച വനിതകളുടെ കൂട്ടത്തിൽ ഏബൽ ഇല്ലാത്തതാണ് ഇസ്രായേൽ പ്രതിഷേധത്തിന് കാരണം. 19-ന് വെടിനിർത്തൽ ധാരണ നടപ്പിൽ വന്നതോടെ ഇസ്രായേലിൽ കഴിയുന്ന 200ഓളം പാലസ്തീനിയൻ തടവുകാരെ വിട്ടയച്ചിട്ടുണ്ട്. എന്നാൽ 7 ബന്ദികളെ മാത്രമാണ് ഹമാസ് മോചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്താനുള്ള അനുമതി ഇന്നു മുതൽ നിലവിലുണ്ടെങ്കിലും കാര്യക്ഷമമാകാൻ സമയമെടുക്കുമെന്നാണ് സൂചന. യുദ്ധത്തെ തുടർന്ന് ഇസ്രയേൽ നിയന്ത്രണത്തിലാക്കിയ നെറ്റ്സ്ട്രീം ഇടനാഴി വഴി യാത്ര ചെയ്യാനാണ് ഗാസയിലെ ജനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. വടക്കൻ ഗാസയിലെത്താൻ നിരവധി പേർ മേഖലയിൽ കാത്തിരിക്കുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഫെബ്രുവരി 18 വരെ തുടരും. പ്രധാനമന്ത്രി നജീബ് മിഗാതി ഇക്കാര്യം അറിയിച്ചു. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിലെ സ്ഥിര താമസക്കാരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഇരു രാജ്യങ്ങളും തള്ളി. ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ ഫെബ്രുവരി 18 വരെ തുടരാൻ ധാരണയായി. ലെബനൻ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിഖാത്തി ഇക്കാര്യം വ്യക്തമാക്കി പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇക്കാലയളവിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുന്ന നീക്കങ്ങൾ പൂർത്തിയാകും. മാത്രമല്ല, ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളായ മേഖലയിൽ മുഴുവൻ സൈനിക നിയന്ത്രണവും ലെബനൻ വ്യവസ്ഥാപിത സൈന്യത്തെ ഏൽപ്പിക്കും. ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ സൈനിക നടപടി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയിരുന്നു. പിന്നാലെയാണ് വെടിനിർത്തൽ കാലാവധി 18 വരെ തുടരാൻ തീരുമാനമായത്. ഹമാസുമായുള്ള വെടിനിർത്തൽ ധാരണ അട്ടിമറിക്കാൻ ഹിസ്ബുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നതായി സൂചനകൾ പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോയത്. അതേസമയം ഗാസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന ട്രംപിന്റെ ആവശ്യം ഇരു രാജ്യങ്ങളും തള്ളി. പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസും നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. മഹാകുംഭമേളയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുംഭമേളയിൽ എത്തി ഗംഗാ സ്നാനം നടത്തിയാൽ പട്ടിണി മാറുമോ, തൊഴിൽ ലഭിക്കുമോ എന്നായിരുന്നു ഖാർഗെയുടെ പരാമർശം. കോൺഗ്രസ് മുസ്ലിം ലീഗായി മാറിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ തിരിച്ചടിച്ചു. സനാതനധർമ്മത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് വിമർശിച്ച BJP ദേശീയ വക്താവ് സാംബിത് പത്രയും രംഗത്തെത്തി. गंगा में डुबकी लेने से गरीबी दूर होती क्या? आपको खाना मिलता पेट को? मैं किसी की आस्था के ऊपर ठोस नहीं लगाना चाहता हूं. अगर किसी को दुख हुआ तो मैं माफी चाहता हूं, लेकिन आप बताइए, अरे जब बच्चा भूखा मर रहा है, बच्चा स्कूल में नहीं जा रहा है, मजदूरों को मजदूरी नहीं मिल रही है, जब ये है तो ये लोग जाकर हजारों रुपए खर्च करके कंपटीशन पे डुबकियां मार रहे. कंपटीशन में एक डुबकी मारता दूसरा, और जब तक वो टीवी में अच्छा नहीं आता तब तक डुबकी मारते रहते. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ലോകത്തിന് മുന്നിൽ ഭാരതം യശസ് ഉയർത്തി നിൽക്കുന്ന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ ഒരു പരാമർശം വരുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ?
വിഷ്ണു, ഗംഗയിൽ മുങ്ങിയാൽ ദാരിദ്ര്യം ഇല്ലാതാകുമോ, ഭക്ഷണം ലഭിക്കുമോ എന്നായിരുന്നു മഹാകുംഭമേളയെ അധിക്ഷേപിച്ചുള്ള മല്ലികാർജുന ഖാർഗെയുടെ പരാമർശം. കുട്ടികൾ പട്ടിണിയിൽ മരിക്കുന്നു, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല, കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്താൽ ഇതിനൊക്കെ പരിഹാരമാകുമോ എന്നും ഖാർഗെ ചോദിച്ചു. BJP നേതാക്കൾ ഗംഗയിൽ മുങ്ങാൻ മത്സരിക്കുന്നു, ഇത്തരക്കാരിൽ നിന്നും രാജ്യത്തിനൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നും മധ്യപ്രദേശിലെ മോവിൽ നടന്ന ഒരു റാലിയിൽ സംസാരിച്ച കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിച്ചിരുന്നു. മഹാകുംഭമേളയെ അധിക്ഷേപിച്ച മല്ലികാർജുന ഖാർഗെക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെ അധിക്ഷേപിക്കാൻ ഖാർഗെക്ക് ധൈര്യമുണ്ടാകുമോ എന്ന് BJPയുടെ ദേശീയ വക്താവ് സംബിത് പത്ര ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, രാഹുൽ എഴുതി നൽകുന്ന സ്ക്രിപ്റ്റ് പ്രകാരമാണ് ഖാർഗെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. സനാതന ധർമ്മത്തെ അധിക്ഷേപിക്കുക, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് മുസ്ലിം ലീഗായി മാറിയെന്ന് BJPയുടെ IT സെൽ മേധാവി അമിത് മാളവിയയും തുറന്നടിക്കുകയുണ്ടായി. രൂക്ഷമായ വിമർശനം ഇങ്ങനെ പല കോണുകളിൽ നിന്നും മല്ലികാർജുന ഖാർഗെയുടെ പരാമർശത്തിനെതിരെ ഉണ്ടാകുന്നു. ലോകമെമ്പാടും വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ആചാരം, 144 വർഷങ്ങൾക്ക് ശേഷം ഭാരതം ആചരിക്കുന്ന മഹാകുംഭമേളയെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം നടത്തിയ കോടിക്കണക്കിന് ഭക്തരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഇനി ഹൈന്ദവ സംഘടനകളുടെയും മറ്റ് വിശ്വാസി സമൂഹങ്ങളുടെയും പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലിയ ആചാരപരമായി, വലിയ ആഘോഷമായി ഭാരതം ലോക രാജ്യങ്ങൾ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന, അല്ലെങ്കിൽ ഭാരതം ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന മഹാകുംഭമേള ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം മല്ലികാർജുനയുടെ ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് സ്വാഭാവികമായും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിഷ്ണു. നന്ദഗോപൻ, നമുക്കറിയാം മഹാകുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും എത്തിച്ചേർന്നൊരു കാര്യമാണ്. ഏറെ ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം ലോകമെമ്പാടും ആ ഒരു നിറഞ്ഞു നിൽക്കുന്ന, ഒരു മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുംഭമേളയെ അധിക്ഷേപിക്കുന്ന ഈ ഒരു വാക്കുകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോലും നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുന്ന ഒരു രീതിയാണ് രാഹുലിനുള്ളത്. ഒരുപക്ഷെ അതിനൊക്കെ പിന്നാലെ തന്നെ ഇവിടെ രാജ്യത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിൽ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാമെന്നുള്ള ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗം തന്നെയല്ലേ ഇപ്പോൾ കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, പ്രധാനമായും രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ഈ മല്ലികാർജുന ഖാർഗെയുടെ പരാമർശത്തോട്, അല്ലെങ്കിൽ പരാമർശത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് കേവലം ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ പരിശ്രമങ്ങളുടെ ഫലം മാത്രമാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് മുൻപും ഇത്തരത്തിൽ സനാതന ധർമ്മത്തെയും ഹൈന്ദവ വിശ്വാസത്തെയും ഒക്കെ തന്നെ അധിക്ഷേപിക്കുവാനും അപഹാസ്യപ്പെടുത്താനും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കം, കേരളത്തിലടക്കം നമുക്കറിയാം മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നു. രാജ്യത്ത് ഇത്തരത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കോൺഗ്രസിന്റെ മൂല്യച്യുതി ഉണ്ടായിട്ട് ഇപ്പോൾ അത് മുസ്ലിം ലീഗ് പൂർണ്ണമായും കോൺഗ്രസിനെ മൊത്തത്തിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രധാനമായും ഈ രാഷ്ട്രീയ നിരീക്ഷകരും BJPയും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന്റെ അതേ ഭാഷ്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉപയോഗിക്കുന്നതെന്നാണ് BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവിയ ചൂണ്ടിക്കാണിച്ചത്. ഹൈന്ദവ സമൂഹത്തോടും സനാതന ധർമ്മത്തോടും എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇത്രമാത്രം വൈര്യമുണ്ടാകാൻ കാരണമെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നും BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. പ്രധാനമായും അതേസമയം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്ര പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും അദ്ദേഹത്തിന്റെ കുടുംബവും സ്നാനം നടത്തിയിരുന്നു. നേരത്തെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭരണാധികാരികളും അവരുടെ കുടുംബാംഗങ്ങളും മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള പല മുതിർന്ന നേതാക്കളും ഈ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം നടത്താറുണ്ട്. ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇതെല്ലാം അത് രാഷ്ട്രീയമായി മാത്രം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ പകയോടുകൂടി നോക്കിക്കാണുന്ന രീതിയാണ് കോൺഗ്രസ് അപലപിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ചൂണ്ടിക്കാട്ടുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ജമ്മുകശ്മീർ അതിർത്തിയിലെ വനമേഖലയിൽ തീപിടുത്തം. അപകടത്തിന്റെ മറവിൽ ഭീകരർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം.
കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് ക്രിക്കറ്ററായി ജസ്പ്രീത് ബുംറയെ ICC തിരഞ്ഞെടുത്തു. 2024 നടത്തിയ മികച്ച പ്രകടനമാണ് ബുംറയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇംഗ്ലീഷ് താരങ്ങളായ ജോ റൂട്ട്, ഹാരി ബ്രൂക്ക് എന്നിവരെയും ശ്രീലങ്കൻ താരം കാമിന്ദു മെൻഡീസിനെയും മറികടന്നാണ് ബുംറയുടെ നേട്ടം. ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിന് ശേഷം കഴിഞ്ഞ വർഷത്തെ വിക്കറ്റ് നേട്ടം ബുംറ 71 ഉയർത്തിയിരുന്നു. ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യം ഇന്ത്യ ബോളറും 6ാമത്തെ ഇന്ത്യൻ താരവുമാണ് ബുംറ. രാഹുൽ ദ്രാവിഡ്, ഗൗതം ഗംഭീർ, വീരേന്ദ്ര സേവാഗ്, അശ്വിൻ, വിരാട് കോഹ്ലി എന്നിവരാണ് മറ്റ് ഇന്ത്യൻ താരങ്ങൾ. ചരിത്രം കുറിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ സ്മൃതി മന്ധാന 2024 ICCയുടെ മികച്ച ഏകദിന ക്രിക്കറ്ററായി സ്മൃതി മന്ധാനയെ തെരഞ്ഞെടുത്തു. ഈ നേട്ടം 2 തവണ കൈവരിക്കുന്ന ഏക ഭാരതീയ വനിത കൂടിയാണ് സ്മൃതി. കഴിഞ്ഞ വർഷം ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിതാ ക്രിക്കറ്ററാണ് സ്മൃതി. 4 സെഞ്ചുറിയാണ് ഒരു വർഷത്തിൽ അവർ നേടിയത്. 2018 ഇതിനു മുൻപ് സ്മൃതി ഈ ബഹുമതി നേടുന്നത്. ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർക്കുള്ള ചുരുക്കപ്പട്ടികയിലും സ്മൃതി ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെർനാണ് T20യിലെ മികച്ച താരമായി മാറിയത്.